ഇന്ന് നമ്മളൊരു ചെമ്മീൻ മേടിച്ച് നേരെയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരു ഇട്ടിട്ട് അതിന് തോരൻ എന്നാണ് പറയുക. തോരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, ഇതൊരു ഇത്തിരി പ്രത്യേകതയുള്ള ഇതാണ്. ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാവരും സാധാരണ ചേർക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ അതിന് പുറമെ തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുത്തുമുളക്, ഒരല്പം മല്ലിപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, അത് ഉപ്പും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചക്കക്കുരു ആദ്യം നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരല്പം ഒന്ന് വേവിച്ചിട്ട് വേണം മീനിടാൻ. കാരണം ചക്കക്കുരുവിന് വേവുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരു വെന്ത് കിടക്കുകയാണ്. ചക്കക്കുരു ലേശം വെള്ളം ഒഴിച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മളത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഈ മീൻ ഇടുകയാണ്. വലിയ ചെമ്മീനാണ്, അതുകൊണ്ടത് മുറിച്ചിട്ടാണ്. ഇനി അതിലേക്ക് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കണം. എന്നിട്ട് അതൊന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പുളി വേണം. പുളി ഒരു 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആ വെള്ളവും പുളിയും കൂടി അങ്ങോട്ട് ഒഴിക്കുക. പെരുംജീരകം ഒരു ചെറിയൊരു മണത്തിന് മാത്രമേ പെരുംജീരകം ചേർക്കാവൂ, തോനെ ചേർക്കരുത്. ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ലേശം ഒന്ന് വേകുമ്പോൾ നമുക്ക് ഉപ്പ് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പാകമാണോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാം. പാകത്തിന് ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ആ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ. ഇനി നമ്മളതിനകത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല, അതുകൊണ്ടൊരു അല്പം വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് നമ്മൾ ചേർക്കണം. ഇത് വറ്റി കഴിയുമ്പോൾ നമ്മൾക്ക് ഇറക്കപ്പം കാണിച്ചു കൊടുക്കും. ഒരു ഫോട്ടോ എടുക്കുന്നു.